ബോംബാക്രമണങ്ങൾക്കും കണ്ണീരിനും നടുവിൽ ചെറിയ പെരുന്നാൾ പ്രാർത്ഥനകളിൽ മുഴുകി ഗാസയിലെ പലസ്തീനികൾ. ആഘോഷമോ പുതുവസ്ത്രമോ ഇല്ല, എങ്ങും പട്ടിണിയും വേദനയും മാത്രം. പ്രിയപ്പെട്ടവരെ നഷ്ടമായ വേദന പലരുടെയും കണ്ണുകളെ ഈറനണിയിച്ചു. എന്നിട്ടും യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷയോടെ തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്ക് മുന്നിൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ ഗാസയിലെ വിശ്വാസികൾ ഒത്തുചേർന്നു. 2 മാസത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം മാർച്ച് 18 മുതൽ ഇസ്രയേൽ ഗാസയിൽ ആക്രമണം പുനരാരംഭിച്ചിരുന്നു. വെടിനിർത്തൽ കരാറിന്റെ തുടർച്ചയിൽ ഹമാസുമായി ധാരണയിലെത്താത്ത പശ്ചാത്തലത്തിൽ ആയിരുന്നു നടപടി. 920 പേരാണ് അന്ന് മുതലുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഹമാസിനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഗാസയിലേക്ക് ഭക്ഷണവും മരുന്നും മറ്റുമായി എത്തുന്ന സഹായ ട്രക്കുകളും പ്രവേശനം നിർത്തുകയും ചെയ്തു. നിലവിൽ വളരെ കുറച്ച് ഭക്ഷ്യശേഖരം മാത്രമാണ് ഗാസയിലുള്ളത്. പെരുന്നാൾ ദിനമായ ഇന്നലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും ലഭിച്ച പരിമിതമായ ഭക്ഷണം കൊണ്ട് വിശപ്പടക്കിയ കുഞ്ഞുങ്ങൾ വേദനിപ്പിക്കുന്ന കാഴ്ചയായി. ഇന്നലെ രാവിലെ മുതൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ 24 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. സ്ത്രീകളും കുട്ടികളുമാണ് ഏറെയും. ഗാസയിൽ വീണ്ടും വെടിനിർത്തൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഈജിപ്ത് അടക്കമുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ. ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച പുതിയ ഒരു നിർദ്ദേശം അംഗീകരിച്ചെന്ന് ഹമാസ് ശനിയാഴ്ച അറിയിച്ചിരുന്നു. എന്നാൽ ഇസ്രയേൽ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഹമാസ് ആയുധം താഴെ വയ്ക്കും വരെ പോരാട്ടം തുടരുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട്. വെടിനിർത്തലിന്റെ അവസാന ഘട്ടത്തിലെത്തണമെങ്കിൽ ഹമാസ് നേതാക്കൾ ഗാസയ്ക്ക് പുറത്തു പോകണമെന്നും ഗാസയുടെ സുരക്ഷാ ചുമതല ഇസ്രയേലിന് കൈമാറണമെന്നും നെതന്യാഹു ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഗാസയിൽ കാണാതായ 14 റെഡ് ക്രോസ് സിവിൽ ഡിഫൻസ് ജീവനക്കാരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ഗാസയിൽ ഇസ്രായേലിന്റെ ക്രൂരത തുടരുകയാണ്. തെക്കൻ ഗാസയിലെ റാഫയ്ക്ക് സമീപം കരയാക്രമണം രൂക്ഷമാണ്. ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ കുട്ടികളും സ്ത്രീകളും അടക്കം 22 പേർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഗാസയിൽ കാണാതായ 14 റെഡ് ക്രോസ് സിവിൽ ഡിഫൻസ് ജീവനക്കാരുടെ മൃതദേഹങ്ങളും കണ്ടെത്തി. അതേസമയം വടക്കൻ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനൻ, തുൽക്കർ എന്നീ അഭയാർത്ഥി ക്യാമ്പുകൾ ഇസ്രായേൽ പൊളിച്ചു നീക്കാൻ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ. ഇസ്രായേൽ മാധ്യമമായ വല്ലയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പ്രദേശങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ഇസ്രായേൽ സൈന്യം പാടുപെടുകയാണ്. പലസ്തീൻ ചെറുത്തുനിൽപ്പിന്റെ തന്ത്രപ്രധാന മേഖലയായിട്ടാണ് ഇസ്രായേൽ ഇതിനെ കാണുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുമ്പ് സൈന്യം ഇവിടെ സൈനിക നടപടികൾക്ക് ശ്രമിക്കുമ്പോഴെല്ലാം രഹസ്യ യൂണിറ്റുകളെയാണ് അയക്കാറ്. ഇത് പലപ്പോഴും സൈനികരെ വലിയ അപകടത്തിൽ ചാടിച്ചിരുന്നു. അതിനാൽ തന്നെ ക്യാമ്പുകൾ പൊടിച്ചുമാറ്റി സൈനിക പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനാണ് ഇസ്രായേൽ സൈനിക നേതൃത്വം പദ്ധതിയിടുന്നത്. ഇസ്രായേൽ സെൻട്രൽ കമാൻഡ് ജനറൽ AV ബ്ലോട്ടിന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പുതിയ റോഡുകൾ നിർമ്മിക്കാനും നിലവിലുള്ളത് വീതി കൂട്ടാനും സൈന്യത്തിന് പദ്ധതിയുണ്ട്. ഇതിനായി കൂടുതൽ സൈനികരെ ഇവിടെ വിന്യസിക്കും. ജനൻ, തുൽക്കർ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടികളിൽ 88 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 300ഓളം പേർ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2023 ഒക്ടോബർ 7 ശേഷം അനധികൃത കുടിയേറ്റക്കാരും ഇസ്രായേൽ സൈന്യവും വലിയ രീതിയിലുള്ള അതിക്രമങ്ങളാണ് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ അഴിച്ചുവിടുന്നത്. ഇതുവരെ ഇവിടെ 939 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 7000ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ അധിനിവേശം നടത്തുന്നത് നിയമവിരുദ്ധമാണെന്നും വെസ്റ്റ് ബാങ്കിലെയും കിഴക്കൻ ജെറുസലേമിലെയും അനധികൃത കുടിയേറ്റക്കാർ ഒഴിഞ്ഞുപോകണമെന്നും 2024 ജൂലൈയിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.